മണിയുടെ ഈ രണ്ട് റൂള് നിങ്ങൾക്ക് അറിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത കാശ് നഷ്ടത്തിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. വാ, അതിൽ ഫസ്റ്റ് വൺ റൂൾ ഓഫ് 114, പിന്നൊന്ന് റൂൾ ഓഫ് 72. ഈ റൂൾ ഓഫ് 114 പ്രകാരം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത കാശ് 3 ഇരട്ടി ആവണമെന്നുണ്ടെങ്കിൽ എത്ര വർഷം എടുക്കുന്നതാണ് കാണിക്കുന്നത്. ഇതിലിപ്പോൾ ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ 2024 10 ലക്ഷം LICയിൽ ഇൻവെസ്റ്റ് ചെയ്ത ഒരാൾ, LICൻ്റെ റിട്ടേൺ പെർസെൻറ്റേജ് നമുക്ക് വരുന്നത് 5% ആണ്. അപ്പോൾ 114 ഡിവൈഡ് ബൈ 5% റേറ്റ് ഓഫ് റിട്ടേൺസ് കൊടുക്കുകയാണെങ്കിൽ 22.8 വർഷമാവും നമുക്ക് നമ്മളുടെ 10 ലക്ഷം 30 ലക്ഷം രൂപയാവും. അടുത്ത് നമുക്ക് വരുന്നത് റൂൾ ഓഫ് 72. ഇവിടെ നമ്മൾ റേറ്റ് ഓഫ് റിട്ടേൺസിൻ്റെ പെർസെൻറ്റേജ് നോക്കിയെങ്കിൽ ഇവിടെ റൂൾ ഓഫ് 72 നമ്മൾ ഇൻഫ്ലേഷൻ പെർസെൻറ്റേജാണ് നോക്കുന്നത്. ഇപ്പോൾ ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ 7% ആണ് ഇൻഫ്ലേഷൻ റേറ്റ്. അപ്പോൾ 72 ഡിവൈഡ് ബൈ 7% ഈക്വൽ ടു 10.3 ഇയേഴ്സ്. ആ 10 വർഷം 3 മാസത്തിൻ്റെ ഉള്ളിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത 10 ലക്ഷത്തിൻ്റെ മൂല്യം 5 ലക്ഷമായിട്ട് കുറയും. ഞാനിത് എന്തുകൊണ്ടാണ് പറയണതെന്ന് വെച്ചാൽ, നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ എത്ര റിട്ടേൺസ് ഉണ്ടാക്കിയാലും നിങ്ങൾ ഇൻഫ്ലേഷൻ റേറ്റ് നോക്കിയിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ക്യാഷിൻ്റെ മൂല്യം കുറഞ്ഞുകൊണ്ടേയിരിക്കും.